മഹാഗുരുശരണം. ഓം അരുണാചലേശ്വരായ നമഃ. ഓം നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ്. ഹരഹരോ ഹരഹര. ഇപ്പോൾ തിരുവണ്ണാമലയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഗിരിവലത്തിന് പോയി വരുണലിംഗം കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ വായുലിംഗം എത്തുന്നതിന് മുമ്പ് ഒരു ദേവിയുടെ അമ്പലമുണ്ട്. ലാസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ അതാണ്, ദേവീക്ഷേത്രം. അവിടെ കുറച്ച് നേരം വെയിറ്റ് ഇരിക്കാൻ തോന്നി. ആ സമയത്ത് ഒരു വീഡിയോ കോൾ വന്ന് അവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്കും ആ എനർജി ഫീൽ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം നോക്കിയതാണ്, മൈക്ക് ശരിയായിട്ടാണല്ലോ നോക്കിയതാണ്. അപ്പോൾ എനർജി ഫീൽ ചെയ്തു എന്ന് പറഞ്ഞ ശേഷം മഴ പെയ്തുകൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു കുറച്ച് നേരം. പിന്നെ കുറച്ചുകൂടി ഒന്ന് മഴ കുറഞ്ഞപ്പോൾ കുറച്ചുകൂടി നടന്ന് അവിടെ ഒരു വിനായകർ ഇതുണ്ട്, ആ വിനായകരുടെ അവിടെ ഇരുന്നു. അവിടെ മഴ പെയ്തു. പിന്നെ ഒരു രക്ഷയില്ല, നല്ല മഴ കഠിനമായതുകൊണ്ട്, ശക്തമായ മഴയായതുകൊണ്ട് പിന്നെ ചെയ്തത് നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ ഗിരിവലം ആരംഭിക്കുന്ന അവിടെ ചെന്ന് തൊഴുത് കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ ഗിരിവലം 7 കിലോമീറ്റർ പകുതി നടന്നും പകുതി വാഹന സഹായത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്യാനാണ് ഇന്ന് ഈശ്വര നിശ്ചയം തോന്നുന്നു. കാര്യം ആ സമയത്ത് തന്നെ ഉദ്ദേശം 9:30 സമയം. ഞങ്ങൾ 6:22 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വെറുതെ സമയം നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 അവിടെ എത്തി ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ പതുക്കെയാണ് ഈ വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കരിക്ക് കുടിക്കാൻ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ നിന്ന്. അപ്പോൾ പതുക്കെയാണ് ഞങ്ങൾ നടക്കുന്നുണ്ടായത്. അപ്പോൾ വീഡിയോ എടുക്കുന്നു, പറയുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അത്രയും നേരം നിൽക്കും. അങ്ങനെയാണ് അവിടെ ഇതൊന്നും അറിയാണ്ട്, എന്താണ് നടപ്പിൻ്റെ ഇതറിയാണ്ട് നടക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് കാണുന്നത് തിരുവണ്ണാമലയാണ്. അപ്പോൾ ആർക്ക് എങ്ങനെ കാണാം എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തിരുവണ്ണാമലയെ വെച്ച് ഞാൻ ഒരു വീഡിയോ ഇടാം. അപ്പോൾ അത് വായുലിംഗം കഴിഞ്ഞ് കുബേരലിംഗത്തിൻ്റെ അടുത്ത് വെച്ച് വേണം ഇത് ഇടാനെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുബേരലിംഗത്തിൻ്റെ അടുത്ത് ഇടുപ്പ് പിള്ളയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നിരങ്ങിപ്പോണം. അത് നാളെ പറ്റിയെങ്കിൽ വീഡിയോ എടുക്കുക. അങ്ങനെ നിരങ്ങി നീങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു 5th ക്രോസിലാണ് ഞങ്ങൾ താമസിക്കുന്ന Airbnb വീട്. അത് പറയുകയാണ്. അവിടെ നിന്ന് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്ന. ആർക്കെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. എന്തെങ്കിലും എനർജി ആർക്കെങ്കിലും കണക്ഷൻ ആവും. അപ്പോൾ വരുണലിംഗം എത്തുന്ന ആ ഭാഗത്തായിട്ട് മഹാവതാർ ബാബാജി, ഷിർദി സായി ബാബ, ആ ബോർഡറുള്ള ശിവശക്തി സ്വാമി സമാധി അങ്ങനെ എന്താണ്ടോ എന്ന് പറഞ്ഞിട്ടായിരുന്നു, ശിവശക്തി കോവിൽ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് കണ്ടില്ലായിരുന്നു. അപ്പോൾ അവിടെയും കയറി ഭയങ്കര ഒരു ആർച്ച് പോലെ, ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മഹാവതാർ ബാബാജിയുടെ മാർബിൾ പ്രതിമ വെച്ചിട്ടുണ്ട്. അതുപോലെ ഷിർദി സായി ബാബയുടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അവിടെ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ യൂട്യൂബ് വന്നതിന് ശേഷം പരിചയപ്പെട്ട ശ്രീനാഥർ എന്ന തൂലികാനാമം, അദ്ദേഹമായിട്ടുള്ള നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി തൂലികാനാമ സംഘമിത്ര, അവരെ കണ്ടോ കർണാടകയിലാണ്. വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരു അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കണക്ട് ചെയ്ത് ആ സമയത്ത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു കുട്ടൂസിൻ്റെ അച്ഛനുമായിട്ടുള്ള ആ വീഡിയോ ഒരു TV നോക്കുമായിരുന്നു. അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ശ്രീമതി സംഘമിത്ര, ശ്രീമതിയാണോ കുമാരിയാണോ അറിയില്ല, ധൈര്യമാകട്ടെ, ആ ഈശ്വര അംശം സംഘമിത്ര കുറേയധികം കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീനാഥ്ജിയും പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവരുടെ മനസ്സിലെ വലിപ്പമാണ് അത് പറയുന്നത്. ഞാൻ അത്രയൊന്നുമില്ല. ഞാനൊരു വെറും ഒരു സാധാരണക്കാരനാണ്. എനിക്കങ്ങനെ ദിവ്യമായ ഇതൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവരിലൂടെ ഗുരുപരമ്പരകൾ എന്നോട് സംവദിക്കുന്നതായിട്ട് മനസ്സിലായി. അത് കോടി പ്രണാം ബാബാജി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഇതുണ്ട്, അതിൽ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനും അത് ആഡായി. അതിലവർ ലേഖനം ഇടുന്നുണ്ട്. അതിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള മഹാവതാർ ബാബാജിയുടെ അനുയായികളുണ്ട്. കഠിനമായിട്ട് ഈ സാധനകൾ ചെയ്യുന്ന ഡിവോട്ടികളുണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ സാധിക്കുന്നു. എന്നാലാകുന്ന സാധനങ്ങൾ ചെയ്യുന്നു. എന്നാലാകുന്ന സാധനം ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിലും ഈ തിരുവണ്ണാമല കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഇതൊന്നും മനസ്സിൽ വിചാരിക്കാത്ത കാര്യം. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഈ സമയത്ത് ഇതൊന്നും വിചാരിക്കാത്തൊരു കാര്യമാണ്.
ആ സമയത്ത് ഇവിടെ വേറെയും കണ്ടുമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച, ആ മദ്രാസിലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ഇന്നൊരു വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റാൽ തിരുവണ്ണാമല ഹില്ല്, ഈ മലയുടെ ദൃശ്യം വീഡിയോ എടുത്തിടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇടാൻ സാധിച്ചില്ല. എഴുന്നേറ്റത് 6:30 എഴുന്നേൽപ്പിച്ചില്ല. അങ്ങനെ നീ സൂഹിക്കണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് മല കാണുമ്പോൾ അതിലൊരു റെഡ് കളർ കാണുന്നുണ്ട് കേട്ടോ. അത് ലൈറ്റൊന്നുമില്ല മലയുടെ, ചിലപ്പോൾ പാറകളുടെ ആയിരിക്കാം, ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അത് തന്നെ ഇത് അഗ്നിലിംഗമാണെന്നാണ് പറയുന്നത്. ഈ തിരുവണ്ണാമല മല ശിവൻ്റെ അഗ്നിലിംഗമാണെന്നാണ് പറയുന്നത്. അതിൻ്റെതായ പ്രത്യേകത ഇവിടെയുണ്ട്, എനർജി ഉണ്ട്. ഇപ്പോൾ ഇന്ന് 7 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നെങ്കിലും ഇപ്പോഴും ആൾക്കാർ നടക്കുന്നുണ്ട്. മഴ കുറഞ്ഞിട്ട് ഗിരിവലം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ചിലർ മഴയൊന്നും ബാധകമല്ല, അവർ നടക്കുന്നു. ഞങ്ങൾ നടന്നപ്പോഴാണെങ്കിൽ ഒരു ഇതും ഇല്ലാണ്ട് അങ്ങനെ നടക്കാൻ പറ്റി. സാധാരണ ഇത്രയും ഒറ്റ സ്ട്രെച്ചിന് 1-2 ഇടത്ത് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു. സാധാരണ ഞാൻ അങ്ങനെ നടന്നിട്ടില്ല. പണ്ടൊക്കെ നടന്നിട്ടുണ്ട്, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നടന്നില്ല. പക്ഷെ അതിപ്പോൾ ഞാനത് നടത്തിച്ചാണെന്ന് മനസ്സിലായി. ഏതായാലും ആ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ കൂടി നടക്കുമ്പോഴെല്ലാം ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വരുന്ന മെസ്സേജുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, അവർക്ക് വേണ്ട സങ്കല്പങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം ആൾക്കാർ കുറേയധികം ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സാമ്പത്തിക പ്രശ്നങ്ങളാണ്, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, കുട്ടികളുടെ കുടുംബത്തിലെ പല ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ ജോലി സംബന്ധമായ കാര്യം, സന്താന സൗഭാഗ്യം, കുട്ടികളുടെ പഠന കാര്യങ്ങൾ, കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യം, ഓരോരുത്തരുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ മക്കളുടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സങ്കല്പം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ജോലി വേണം, വിദേശത്ത് പോകാനുള്ള യോഗ്യത, ഇത് ചിലർക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അല്ലെ പയ്യനെ ലഭിക്കാനുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് സങ്കല്പം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ സങ്കല്പം കൊടുത്തിട്ടുണ്ട്. ആ ഗിരിവലം ഇത് ചെയ്യുമ്പോൾ പോലും ഞാൻ കഴിയുന്നതും വോയിസ് കേൾക്കുകയായിരുന്നു കേട്ടോ. ഇത് വെച്ചിട്ട് വോയിസ് കേട്ടോണ്ടാണ് ഞാൻ നടന്നത്, ഓരോരുത്തർ പേഴ്സണലി അറിയിക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യൂട്യൂബോ സ്റ്റാറ്റസോ ആരും അപ്ഡേറ്റ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയുണ്ട് എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കട്ടെ. അപ്പോൾ അത് അവരുടെ മനസ്സിൽ, ഇപ്പോൾ തിരുവണ്ണാമലയാണെങ്കിൽ തിരുവണ്ണാമല, പഴനിയാണെങ്കിൽ പഴനി, മരുതമലയാണെങ്കിൽ മരുതമല, നാമക്കലാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ അവിടെ എത്തട്ടെ എന്നോർത്താണ് ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ മനസ്സിലാക്കാണ്ട് സാർ എന്താണ് ഫോൺ എടുക്കാത്ത, എവിടെയാണ്, വീട്ടിലില്ലേ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോൾ എന്ത് പറയാനാണെന്ന് ഞാൻ വിചാരിക്കും. ദൈവമേ, ഇന്നടുത്താണല്ലോ, സാർ ഇന്നടുത്താണല്ലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ഇല്ലാത്ത കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കാർമ്മികം എത്രയാണെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടൊന്നും അപ്ഡേറ്റ് ആകുന്നില്ല, സ്റ്റാറ്റസ് നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് നോക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഇത് ഈസി അല്ല. യൂട്യൂബും സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഞാൻ കഴിയുന്നത് അതെൻ്റെ ഒരു കടമയാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ദയവ് ചെയ്ത് പോകുന്നത്, ഇപ്പം എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഇതിലാണ് പോകുന്നതെങ്കിലും ആ പോകുന്നതോടൊപ്പം എന്നെ ഒരു വിശ്വസിച്ച് ഇത് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെ പ്രയോജനം കിട്ടണം എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും അവിടെ എങ്ങാണ്ട് ഒരു വിളക്ക് പോലെ ഒരു നക്ഷത്രമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ, അല്ലേ, എന്തോ കാണുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ സങ്കല്പം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ, മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച സങ്കല്പം കൊണ്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ഉദ്ദേശം രാത്രി 10:30 മണി കഴിഞ്ഞ് കാണും, 10-11 മണിയോളം ആറായി കാണും കേട്ടോ. ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും നാളെ ഒരു 10 മണിയോടുകൂടി ആയിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങണത്, അതുകൂടി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, പിന്നെ യൂട്യൂബ് മുഖാന്തരം വാട്സാപ്പ് മുഖാന്തരം എല്ലാം കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്യുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും എല്ലാം നടക്കട്ടെ. ചിലരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, ചിലർക്ക് ലോട്ടറി അടിച്ച് തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട സാഹചര്യമുള്ള ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഈശ്വരൻ നടക്കട്ടെ. ചിലർക്ക് ജോലിയുള്ളത് സ്ഥിരമായിട്ട് അതൊന്നുകൂടി കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വിദേശത്തെ ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടത്, എല്ലാം ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ സങ്കല്പം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.